ഓ നമുക്ക് നമുക്ക് നമ്മളെ റൂം കണ്ടിട്ട് വരാം. കാരണം അപ്പൂസിന്റെ റൂമിൽ പോണം ഞങ്ങള്. ഓ ശരിയാണ്, നമ്മളെ റൂം. സോറി പെണ്ണെ, നമ്മളെ റൂം. എൻ്റെ കൂടെ ചളുവും കൂടെ സെറ്റാക്കി. നമ്മുടെ ഗ്ലാമി ഗംഗ ഒരു കല്യാണം കഴിച്ച് കുടുങ്ങി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മക്കളെ. ഒന്നും പറയണ്ട, പുള്ളിക്കാരൊരു കല്യാണ വ്ളോഗ് ചെയ്തതാണ്. കല്യാണം ഒക്കെ കഴിഞ്ഞ് ചെക്കന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ്. അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. ആൾക്കാർ ഇനി പറയാൻ ഒരു കുറ്റവും ബാക്കിയില്ല. മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചാണ് ഓരോരുത്തർമാര് കുറ്റം കണ്ടുപിടിക്കുന്നത്. ആദ്യം പിന്നെ നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടിയാണല്ലോ. ഒരു കല്യാണം നടന്നു കഴിഞ്ഞാണെങ്കിൽ അതിന്റെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഒരു ടീം ഉണ്ടാവും. ഫുഡ് പോരാ, സ്ത്രീധനം കുറഞ്ഞു പോയി, പെണ്ണിന് കളറില്ല, ചെക്കനെ വെച്ച് നോക്കുമ്പോ പെണ്ണിന് ലുക്ക് പോരാ, ചെക്കൻ ചിരിക്കുന്നില്ല, പെണ്ണ് കരയുന്നില്ല, ഇങ്ങനെ 100 കുറ്റങ്ങൾ കണ്ടുപിടിക്കും. നമ്മുടെ കല്യാണത്തിനൊക്കെ ക്ഷണിക്കപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം വരുന്നതിനെ കൊണ്ട് തന്നെ അവരെ മാത്രം പേടിച്ചാൽ മതി. പക്ഷെ ഗ്ലാമി ഗംഗയുടെ കല്യാണ വ്ളോഗിന് മില്യൺസ് ആണ് വ്യൂസ്. അപ്പൊ അത്രയേ ആൾക്കാരെ പേടിക്കണം. അതാണ് പ്രശ്നം. എന്തായാലും ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല, നമുക്ക് ഗ്ലാമി ഗംഗയുടെ വ്ളോഗ് കണ്ടോക്കാം. സംഭവം സാധാരണ എല്ലാരും കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അന്ന് തന്നെയാണ് കയറണത് വീട്ടിൽ. പക്ഷെ നമ്മളിപ്പം ഗുരുവായൂർ വെച്ച് കല്യാണം കഴിഞ്ഞുകൊണ്ട് നമുക്ക് 8 മണിക്കൂറുണ്ട്. 8 to 8.5 മണിക്കൂറുണ്ട് നമുക്ക് ഈ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു 8 മണിക്കൂർ, അപ്പുണ്ടാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ എക്സ്ട്രാ അവിടെ നിന്ന് ഇതുവരെ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മള് പിറ്റേന്നാണ് കയറണത്. സംഭവം എന്താന്ന് വെച്ചാല് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ വീട്ടിൽ കയറും. ഞാൻ വിളക്കം കൊണ്ട് ഇയാൾ ഇന്നലെ ഭയങ്കര വണ്ടി ഓടിക്കുമ്പോ അത്ര ഇയാൾ ഞാൻ വിളക്കം കൊണ്ട് കയറാൻ ആലോചിച്ച് ത്രിതംഗ പുളകിതനായിട്ടാണ് ഇരുന്നത്. അപ്പൊ നമ്മള് വിളക്കം കൊണ്ട് വീട്ടിൽ കയറും. വീട്ടിൽ കയറി അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് പാലും പഴവും കഴിക്കും അല്ലേ? മൊത്തം നാണോ. ഓക്കെ, നമ്മളിതാ എത്തി. സൈഡ് കളയാൻ പോണം. അപ്പൊ നമ്മളിപ്പോ എത്തും. നമ്മളിവിടെ അടുത്തുള്ള ഒരു ഹോട്ടൽ VSC പോർട്ടോ, മരീന പോർട്ടിക്കോ, അങ്ങനെ മരീന പോർട്ടിക്കോ അങ്ങനെ എന്തോടെ നല്ല ഹോട്ടലായിരുന്നില്ലേ? റൂമൊക്കെ സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരണത്. അപ്പൊ പ്രത്യേകിച്ച് ചടങ്ങ് വെച്ചാൽ ഒന്നുമില്ല. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയില്ല, ചേച്ചിക്ക് ലീവില്ല. എനിക്കറിയാം. ഇനിയിപ്പോ നിങ്ങൾ എന്റെ ചോദിച്ചിട്ടുണ്ട് അപ്പൂന്റെ അമ്മയും അച്ഛനെയൊന്നും സാരിയിൽ പറഞ്ഞിട്ട് സാരി എടുക്കാൻ പോകുന്ന കൊണ്ടുപോകുന്നത്. വേറെ ഒന്നുമല്ല, അവരെല്ലാരും ഡെയിലി ജോലിക്ക് പോണ ആൾക്കാരാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അപ്പനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിറങ്ങാൻ പറ്റും. പക്ഷെ അവർക്ക് അങ്ങനെ, അവർക്ക് ഞായറാഴ്ചകളാണ് അവർ ലീവുള്ള. അപ്പൊ അവരെ ഞാൻ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇന്ന് ലീവ് എടുത്ത് വേണ്ട, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള മറ്റിതുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെടുത്ത് പറഞ്ഞു, അവർക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, ഫോട്ടോ അയച്ചുകൊണ്ട് അവർക്ക് അതൊക്കെ സന്തോഷമാണ്. അപ്പൊ ഈ കുഴുത്തുരുമ്പ് പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വേണ്ട. കാരണം മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് കുഴുത്തുരുമ്പ് കഥകൾ. ഓക്കെ, ആദ്യത്തെ പ്രശ്നം ഇവിടെയാണ്. കല്യാണ ചെക്കന് ചേച്ചി സാരി എടുത്തു കൊടുക്കാൻ പോയില്ല. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. അത് ശരിയാ, ജോലിയുള്ള അമ്മായി അമ്മ, അച്ഛൻ ഓർ സിസ്റ്റർ ഉള്ളവരുടെയൊക്കെ മാരേജിന് സാരി ഉടുക്കാനൊന്നും അവർക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് വരില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. പിന്നെ ഒരു അഡ്വൈസ്, ഒരുപാട് സോഷ്യൽ മീഡിയ ലൈഫിനെ പറ്റി കുറ്റവും പൊങ്ങച്ചവും കാണിക്കാത്തതാണ് നല്ലത്. ഈ സോഷ്യൽ മീഡിയ തന്നെ നാളെ ഒരു പ്രോബ്ലം വരുമ്പോൾ എടുത്തിട്ടലക്കും. ഇതുപോലെ പല കമന്റുകളുണ്ട് കേട്ടോ. പെണ്ണിനെ ഒരുക്കാൻ വേണ്ടി ചെക്കന് വീട്ടുകാർ പോകുന്ന ഒരു ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ജോലി ഉള്ളത് കൊണ്ട് തന്നെ ചെക്കന് വീട്ടുകാർ അതിന് പോയിട്ടില്ല. ഗ്ലാമി ഗംഗയാണെങ്കിൽ അവരോട് ബുദ്ധിമുട്ടി വരണ്ട എന്നും പറഞ്ഞു. ഇതൊന്നും ഇപ്പൊ അത്ര വലിയ പ്രശ്നമാക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ഈ താലികെട്ടിന് അല്ലെങ്കിൽ മറ്റു പ്രധാന ചടങ്ങിനൊന്നും അല്ലല്ലോ അവർ പോകാതിരുന്നത്. സാരി എടുത്തു കൊടുക്കാനല്ലേ. ലീവില്ല എന്ന് പറഞ്ഞ് കല്യാണത്തിന് തന്നെ പോയിട്ടില്ല എങ്കിൽ ഓക്കെ, നമുക്ക് അവരെ കുറ്റപ്പെടുത്താം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. മേ ബി കല്യാണത്തിന് ആവശ്യത്തിന് വേണ്ടി അവർ കുറെ ദിവസം ലീവ് എടുത്തിട്ടുണ്ടാകും. സോ ഇനിയും ലീവ് എടുക്കാൻ പറ്റിയില്ലായിരിക്കാം. അതുകൊണ്ടാവും സാരി എടുത്തു കൊടുക്കാൻ പോവാഞ്ഞത്. അതൊക്കെ അങ്ങനെ കണ്ടാൽ മതി, പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണല്ലോ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സാരി എടുക്കൽ മാത്രമല്ല ഗൃഹപ്രവേശനം കൂടിയാണ് നടക്കുന്നത്. അതായത് ഗ്ലാമി ഗംഗ ആദ്യമായി കല്യാണം കഴിച്ച് ചെക്കന് വീട്ടിലേക്ക് കയറുകയാണ്. അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സോ പറ്റുമെങ്കിൽ ലീവ് എടുക്കാമായിരുന്നു. എന്തോ ആയിക്കോട്ടെ, അത് അവരിഷ്ടമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നാണല്ലോ ഓരോരുത്തരും ആഗ്രഹിക്കുക. ആക്ച്വലി ചേച്ചി ഇല്ലാത്തതിൽ ഗംഗക്കും ചെറിയ വിഷമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഗംഗ ചേച്ചി ഇല്ല എന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. ആക്ച്വലി ഇന്നലെയാണ് വരായിരുന്നു, പക്ഷെ ഇന്നലെ എത്താൻ പറ്റിയില്ല. ഞങ്ങൾ ഇനി എത്തിയപ്പോ നല്ല ലേറ്റ്. ഇന്ന് രാവിലെ 6 മണിക്കാണ് എത്തിയത്. അതുകൊണ്ട് ചേച്ചിക്ക് ലീവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചേച്ചി ഇന്നില്ല, കൊച്ചു കാണും. സോ നമ്മളിതാ കണ്ടല്ലോ, ചേച്ചിക്ക് ലീവ് ഇല്ലാത്ത കാര്യം ഗംഗ ഇങ്ങനെ പിന്നെയും എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലേ. ഗൃഹപ്രവേശന സമയത്ത് ചേച്ചി അവിടെ ഇല്ലാത്തതിൽ ഗംഗക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും എടുത്തെടുത്ത് പറയില്ലല്ലോ. ആക്ച്വലി അങ്ങനെ സങ്കടം തോന്നിയാലും ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം കെട്ടുവിന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണല്ലോ. സോ ഗൃഹപ്രവേശനം പോലെയുള്ള ഇങ്ങനെ ഇമ്പോർട്ടന്റ് ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ചേച്ചി ഉണ്ടാവണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ.
അടുത്തൊരു വീഡിയോ ഉണ്ടാക്കാം. സോ നമുക്ക് വീട്ടിലോട്ട് പോകാം ഗൈസ്. നിങ്ങൾ കുടയില്ലാതെ വന്നാൽ മതി. നമ്മൾ കുറച്ച് ഡിമാൻഡുള്ള ആൾക്കാരാണ്. ഭയങ്കര വെയില് വരണം. സെറ്റല്ലേ? പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി ഞങ്ങൾ പാലും പഴവും തിന്നാൻ പോണു. അപ്പൊ ഇവിടെ നിന്ന് ഇച്ചിരി പാല് തരാം. പാലും പഴമൊക്കെ ഇഷ്ടം. അവക്ക് വർഷത്തിൽ 10 കല്യാണമുണ്ട്. മാസത്തിൽ 10. അതെല്ലാം പോയി കണ്ടു കോപ്പി അടിച്ച് എഴുതിയിരിക്കും. എന്നിട്ട് അടുത്ത കല്യാണത്തിന് അത്രയും കണ്ട്രാക്ക്. അതാ അത്രയും കമത്ത് എഴുതി പൊന്നു. എനിക്ക് എനിക്ക് അലർജി ഉള്ളതാണ്. അപ്പൊ നമുക്ക് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. രണ്ടൊരു കല്യാണത്തിനുള്ളിരുന്നു. പൊന്നു ചൊല്ലി. പൊന്നു ആദ്യം വാങ്ങുന്നത് ഞാൻ കൂടെ ഒന്ന് വാങ്ങാം. അല്ല, ഒരുമിച്ച് കൊടുക്കാം. ഇതാണ് മൂത്തമ്മ. അമ്മമ്മയും കൂടെ പൊന്നും കൂടെ കൊടു. ഇവിടെയാണ് അടുത്ത പ്രശ്നം. അനുഗ്രഹം വാങ്ങിച്ച സമയത്ത് ആ മുത്തശ്ശിമാര് ചിരിച്ചില്ല എന്നുള്ളതായിരുന്നു മറ്റു പലരുടെയും പ്രശ്നം. ഒരു കമന്റ് വായിച്ചു നോക്കാം. ആദ്യം കണ്ട അമ്മമ്മക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെ ഈ കമന്റിന് നമ്മുടെ ഗംഗ തന്നെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. അമ്മൂമ്മയ്ക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളൊരു കമന്റ് ഞാൻ കണ്ടു. വയ്യാതിരിക്കുന്ന സ്ത്രീയുടെ ഉച്ചി നോക്കി അടിച്ചിട്ടിട്ട് നിങ്ങൾ ചിരിക്കണം ബഹളം വെക്കണമെന്നും പറയാനുള്ള ഒരു എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്ലീസ് എന്റെ മെയിൽ ഐഡി കൊണ്ട് കോൺടാക്ട് ചെയ്യാം. നമുക്കിത് കണക്കുള്ള ഫംഗ്ഷനിൽ ചിരിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ഉച്ചി നോക്കി ഒരെണ്ണം കൊടുത്ത് ചിരിപ്പിക്കാം. കേട്ടല്ലോ, നല്ല കിടില മറുപടി തന്നെ ഗംഗ നൽകിയിട്ടുണ്ട്. ആ അമ്മമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അവരവിടെ നിന്നത്. വെയ്യാത്തതുകൊണ്ട് അവർക്ക് കല്യാണത്തിന് പോലും വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് വീട്ടിൽ വെച്ച് അനുഗ്രഹം വാങ്ങിയത്. ഇനിയിപ്പോ അല്ലെങ്കിൽ തന്നെ വായിച്ചായ ആൾക്കാരല്ലേ, അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അവര് ചിരിച്ചില്ല എന്ന് വെച്ച് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മൈക്രോസ്കോപ്പ് വെച്ചാണ് ഓരോരുത്തരും ജഡ്ജ് ചെയ്യുന്നത്. ഗ്ലാമി ആ വീട്ടിലേക്ക് കയറി വന്നത് ചെക്കന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഓരോരുത്തരും കഷ്ടപ്പെട്ട് കമന്റ് ഇടുന്ന പോലെയുണ്ട്. അമ്മമ്മ ചിരിച്ചില്ല, അച്ഛമ്മ വന്നില്ല, എന്തോന്നടേ. ഇങ്ങനെ അമ്മമ്മയും അച്ഛമ്മയും ഒക്കെ ചിരിച്ച് എത്ര കല്യാണം അവിടെ നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്തായി? എല്ലാം ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ചിലത് അടിപൊളിയായിട്ട് പോകുന്നുണ്ടാകും, ബാക്കി അടിപൊളിയായിട്ട് പോകുന്നുണ്ടാകും. ഇതിലൊന്നും വലിയ കാര്യമില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവരും ഭയങ്കര സ്നേഹവും കളിയും ചിരിയും ഒക്കെ ആയിരിക്കും. പുതുമോടിന്റെ ഒരു വൈബ് കല്യാണ പെണ്ണിനും ചെക്കനും വീട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. തുടർന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. എന്തായാലും ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത്. ഗംഗയും ചെക്കനും കൂടി മണിയറയിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അവിടെയാണ് പ്രശ്നം. ആ ഭാഗം ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. നമുക്ക് നമ്മളെ റൂം കണ്ടിട്ട് വരാം. കാരണം അപ്പൂസിന്റെ റൂമിൽ പോണം ഞങ്ങള്. ഓ ശരിയാണ്, നമ്മളെ റൂം. സോറി പെണ്ണെ, നമ്മളെ റൂം. എൻ്റെ കൂടെ ചളുവും കൂടെ സെറ്റാക്കി പൊളിയാക്കി അല്ലേ. ഞാൻ തുറന്നു നോക്കണോ? ഇപ്പം ഞാനാണ് തുറന്നു നോക്കാനുള്ള. എന്തൊരു എന്റെ ഭർത്താവ് ഞാൻ തുറന്നു നോക്കി. അമ്മ എന്തൊരു പുനൂതം. എനിക്ക് 2 ദിവസത്തേക്ക് പുനൂതമാണ് ഗൈസ്. നോക്കട്ടാ. സെറ്റ് കേട്ടാ പൂട്ടാ. സെറ്റ് സെറ്റ് പിന്നെ ഇത് സെറ്റ്. അമ്മ കണ്ണാടി ഉണ്ട്. ഓക്കെ, കണ്ടല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണിയറ ആകെ അലങ്കോലമായി കിടക്കുന്നു എന്നുള്ളതാണ്. ബെഡ് പോലും ഒന്ന് വിരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ചില കമന്റുകൾ വായിച്ചു നോക്കാം. കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഒരു പെണ്ണ് വീട്ടിൽ വരുമ്പോൾ കിട്ടിയ സ്വീകരണമാണോ ഇതൊന്നെങ്കിൽ അവൾക്ക് വേണ്ടി ആ റൂമെങ്കിലും അവന് മനോഹരമാക്കാമായിരുന്നു. വീടിന് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ബട്ട് ഇത് റൂം കുറച്ച് വൃത്തിയാക്കുന്നു. ഒന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ വീട്ടിൽ വരുന്ന ദിവസമല്ലേ ഇങ്ങനെ കിടക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. സോ പറയാതിരിക്കാൻ വയ്യ. റൂം വലിയ വീടും അതിലൊന്നും കാര്യമില്ല. എന്നാലും ഉള്ളത് നല്ലതുപോലെ ഇടാമല്ലോ. ആ ബെഡ്ഷീറ്റ് എങ്കിലും നല്ലപോലെ ഇടാമായിരുന്നു. അമ്മ ചെറുതും വലുതൊക്കെ ആക്കിയിട്ട്. ബട്ട് ആദ്യമായിട്ടാണ് ചെറുക്കൻ വീട്ടിലോട്ട് വരുമ്പോൾ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ഡെക്കറൊക്കെ ചെയ്താമായിരുന്നു.
അവര് തന്നെ എക്സൈറ്റഡ് ആയിട്ടാണ് റൂം ഓപ്പൺ ചെയ്തത്. അതിന്റെ ഒരു സജഷൻ ആണ്. ഇതൊക്കെ ലൈഫിൽ ഓർത്ത് വെക്കാനുള്ള മൊമെന്റ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ വീഡിയോക്ക് താഴെ ഒരു 100 കമന്റുകളും കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളത് ഈ കാര്യത്തിലാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. ഒരു പെണ്ണ് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അവളുടെ മണിയറയിലേക്ക് കയറി വരിക. അപ്പൊ അറ്റ്ലീസ്റ്റ് എങ്കിലും ആ ബെഡ് ഒന്ന് വിരിച്ചിട്ട് ഒരുക്കാമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഈ പറയുന്നതിൽ കാര്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം മണിയറ എന്ന് പറഞ്ഞാൽ പലർക്കും പല സങ്കല്പങ്ങളും ഉണ്ടാകും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണ ചെക്കന്റെ കൂട്ടുകാരാണ് മണിയറ ഒരുക്കാറുള്ളത്, അല്ലെങ്കിൽ കസിൻസും വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കും. വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നും ഒരുക്കിയില്ലെങ്കിലും അത്യാവശ്യം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചൊന്ന് മേനാക്കി ഇടാറുണ്ട്. പക്ഷെ ഇവിടെ ഗംഗയുടെ മണിയറയിൽ മര്യാദക്ക് ഒരു ബെഡ്ഷീറ്റ് പോലും വിരിച്ചിട്ടില്ല. അതൊരു പോരായ്മ ആണെന്ന് ചോദിച്ചാലാണ്. ആ വീട്ടിൽ അത്രയും ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് അതൊന്ന് വിരിച്ചിടാമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കല്യാണ വീടുകൾ ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ബെഡ് പോലും മര്യാദക്ക് വിരിച്ചിട്ടുണ്ടാവില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, കല്യാണത്തിന്റെ ഓരോ തിരക്കുകൾ കാരണം വിട്ടുപോയതാകാം, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ വളരെ കുറച്ച് പേരെ ഉണ്ടാകും. സോ കല്യാണത്തിന് വരുന്ന ആളുകളുടെ കാര്യം നോക്കാൻ തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മണിയറയിലേക്ക് ശ്രദ്ധിക്കാൻ തന്നെ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഇവിടെ തന്നെ ഗുരുവായൂരിൽ താലികെട്ട് കഴിഞ്ഞ് 8 മണിക്കൂർ അധികം യാത്ര ചെയ്തിട്ടാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. ചെക്കന്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണല്ലോ. സോ യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടാവല്ലോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മണിയറയിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ആ വീടും പരിസരവും വീട്ടുകാരെയും ഒക്കെ കണ്ടാൽ അറിയാലോ, അവർക്ക് സാധാരണക്കാരാണ്, വലിയ സാമ്പത്തികമുള്ള ആൾക്കാരായിട്ട് തോന്നുന്നില്ല. സോ വീടൊന്നും ഗ്രാൻഡ് ആക്കി ഒരുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ തുടക്കത്തിൽ ഒരു സന്തോഷം കിട്ടാൻ ഉപകരിക്കും, അത്രയേ ഉള്ളൂ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഹണിമൂൺ പീരീഡിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ലോങ് റണ്ണിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിലാണ് കാര്യം കിടക്കുന്നത്. ഇതിപ്പോ ഈ ചെക്കന്റെ രണ്ടാമത്തെ കല്യാണമാണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ കല്യാണം ചിലപ്പോൾ ഗ്രാൻഡ് ആയി നടന്നിട്ടുണ്ടാകാം, മണിയറൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നിരിക്കണം. പക്ഷെ എന്നിട്ടും ആ ബന്ധം ഇല്ലാതായില്ലേ. സോ അതിലൊന്നും വലിയ കാര്യമില്ല. ഇവര് നല്ലപോലെ ജീവിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കുറെ നെഗറ്റീവ് വന്നത് നന്നായി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ജീവിതം അടിപൊളി ആയിക്കോളൂ. സാധാരണ അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. രണ്ടുപേർക്കും ഇടയിൽ നല്ല സ്നേഹം ഉണ്ടായാൽ മതി, ജീവിതത്തിൽ സമാധാനം ഉണ്ടായാൽ മതി. അതെന്നും രണ്ടുപേരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.